സാറിനെ കാണാൻ വന്ന കാര്യം എന്താ ചോദിച്ചിട്ട് പറയുന്നില്ല. എന്താ പറയണം? എന്നെ അറസ്റ്റ് ചെയ്യണം സാർ. സാർ അന്വേഷിക്കുന്ന കൊലയാളി ഞാനാ. ചാക്കോ മേസ്ത്രിയും കുടുംബത്തെയും കൊന്നത് ഞാനാ സാറേ. തനിക്കെന്താ വല്ല മെന്റൽ പ്രോബ്ലം ഉണ്ടോ? ഇല്ല സാർ, എന്നെ കണ്ട അങ്ങനെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ കാരണം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് സാർ. അതിരിക്കട്ടെ, ഇപ്പോ ഇവിടെ വന്നിങ്ങനെ കീഴടങ്ങാൻ തോന്നാൻ കാരണം? മനസ്സിന്റെ കുറ്റബോധം എന്നെ വേട്ടയാടുകയായിരുന്നു സാർ. ഇത് കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പാപഭാരവുമായി അലഞ്ഞു. അവസാനം പള്ളിയിൽ പോയി കുമ്പസാരിച്ച് മനഃശുദ്ധി വരുത്തി. പോലീസിൽ കീഴടങ്ങണമെന്ന അച്ഛന്റെ നിർബന്ധമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത്? പണത്തിനു വേണ്ടിയാണ് സാർ. ജീവിക്കാൻ ജോലിയോ മറ്റു മാർഗമോ ഇല്ലാത്ത ആളാണ് ഞാൻ. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന മോഹമാണ് എന്നെ ഒരു കൊലയാളിയാക്കി മാറ്റിയത്. ഈ മരിച്ച ചാക്കോ മേസ്ത്രിയുടെ പണം ഉണ്ടെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? സർ, അത് രജിസ്റ്റർ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് ചാക്കോച്ചായൻ ബാഗിൽ പണം തിരികെ വെക്കുന്ന ഞാൻ കണ്ടു. അന്ന് രാത്രി ഏതാണ്ട് 11:30 കാണും. ഞാൻ ചാക്കോച്ചായന്റെ വീട്ടിൽ ചെന്നു. ഇതാണ് സാർ ഉണ്ടായത്. എന്നിട്ട് നീ ചാക്കോ മേസ്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്ത ആ പണം എവിടെ? സാർ, ഞാൻ ആ പണവുമായി നേരെ ബാംഗ്ലൂരിലേക്കാണ് പോയത്. ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ മുറിയിൽ നിന്ന് പണമടങ്ങിയ ബാഗുമായിട്ട് കടന്നു കളഞ്ഞു. ഞാൻ അവനെ അവിടെയൊക്കെ അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല സാർ. കൊള്ളാം, കേൾക്കുമ്പോ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കഥ ഉണ്ടാക്കുമ്പോ കുറച്ചുകൂടെ വിശ്വസനീയമാക്കണ്ടേ സ്റ്റീഫ? അല്ല സാർ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ആണല്ലോ, പറഞ്ഞു പഠിപ്പിച്ചത് വള്ളി പുള്ളി തെറ്റാതെ നീ അവതരിപ്പിച്ചു. പക്ഷെ അത് അതേപടി അങ്ങ് വിശ്വസിക്കാൻ ഞങ്ങൾ ഒരു LKG സ്റ്റുഡൻസ് അല്ല. നൗഷാദ്, സർ. അങ്ങനെ അങ്ങ് എഴുത്തള്ളാൻ വരട്ടെ. സർ. കേൾക്കുമ്പോ അവിടെ ഇവിടെ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും ഇവൻ പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. കേട്ടോ സ്റ്റീഫ, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് പറയാൻ കാണിച്ച ചങ്കൂറ്റത്തെ. പിന്നൊരു കാര്യം, നീ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ആരെപ്പ ചോദിച്ചാലും പറയാൻ സമ്മതമാണോ? സമ്മതമാണ് സാർ, 100 വട്ടം സമ്മതമാണ്. ഗുഡ്. നൗഷാദ്, സർ. ആനമുടി കൊലക്കേസുമായി സംബന്ധിച്ച് എല്ലാ എൻക്വയറിയും നമ്മൾ ഇതോടെ ക്ലോസ് ചെയ്യുന്നു. സർ, അത് ബട്ട് വൺ തിങ്, ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഇടമറ്റം മത്തായി ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നു. എന്തിനാണ് സാർ മത്തായിയെ? സർ, സ്റ്റീഫന്റെ ഈ കുറ്റസമ്മതത്തിന് പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട്? യെസ്, അവന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. പക്ഷെ തൽക്കാലം നമ്മൾ ഐക്യവർക്കിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ഓക്കെ സർ, പക്ഷേ വാട്ട് അബൌട്ട് സ്റ്റീഫൻ? അങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ വന്നതായിട്ട് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. സർ. അതുകൊണ്ട് അവനെ ഏതെങ്കിലും ഒരു രഹസ്യ സംഘത്തിലേക്ക് മാറ്റിയത്. സർ, ഇതാര്? സാറുമാരോ? വരണം വരണം. മിസ്റ്റർ മത്തായി ഞങ്ങളോടൊപ്പം ഒന്ന് വരണം. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. നിങ്ങൾ എന്നാ ഈ പറയുന്നേ? എനിക്കിവിടെ 100 കൂട്ടം കാര്യമുണ്ട്. ഞാൻ സ്ഥലം വരെ പോകാൻ നിൽക്കുക. എന്നാലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദിച്ചോളാം. എവിടെ വെച്ചാ ചോദിക്കേണ്ടെന്ന് നോക്കി ഞങ്ങൾക്കറിയാം. മിസ്റ്റർ മത്തായി ഇപ്പൊ ഞങ്ങളോട് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഓ ശരി, ഞാൻ വരാം. പക്ഷെ എനിക്കിവിടെ പല പണിയുള്ളതാ. അവിടെ വെച്ച് താമസിപ്പിക്കരുത്. വരൂ. ആ, ഞാനേ എന്റെ കാറിൽ വരാം. വേണ്ട വേണ്ട, ഇതിലോട്ടും കയറിയാൽ മതി. പോലീസ് ജീപ്പിലോ? ആ. ഞാൻ എന്റെ കള്ളനോ കൊലപാതകമല്ലോ ആണോ? ഞാൻ എന്റെ കാറിലേ വരുള്ളൂ. തന്റെ സൗകര്യത്തിന് കാറിലും ഹെലികോപ്റ്ററിലും ഒന്നും എഴുന്നള്ളണ്ട. ഇങ്ങോട്ട് കയറാം. ഞങ്ങളുടെ മുകളിൽ കൊണ്ട് പറ്റില്ല. മാറി നിൽക്കണം അങ്ങോട്ട്. പറ്റില്ല.
ചാക്കോച്ചായന്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സാറുമാർ എന്ത് കാട്ടിയാലും ഇത് കൊള്ളുന്നു എന്റെ നാവിന്ന് വരികയല്ല. പുറത്തു നിൽക്കുന്ന സ്തുതിപാഠകരുടെ ശബ്ദം കേട്ടേ വെറുതെ പുണ്യാളനാകാൻ ശ്രമിക്കല്ലേ മത്തായിച്ച. താനിപ്പോഴേ അകത്ത, അത് ഓർമ്മ വേണം. ഓ ചുമ്മാ പേടിപ്പിക്കാതെ സാറേ. ഉം. ജാഥ നയിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെ ചെല്ലും ചെലവിനും കൊടുത്ത് കൊണ്ടുവന്നവരല്ല ആ പുറത്ത് നിൽക്കുന്നവര്. മത്തായിയുടെ നന്മയുടെ പ്രതിഫലനമാ. നന്മയും തിന്മയും ഒക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഈ നാട് നന്നായനെ. അതുകൊണ്ട് അത് കള. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ അറിയേണ്ടുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം മിസ്റ്റർ മത്തായി ഒന്ന് ക്ലിയർ ചെയ്യണം. മരിച്ച ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി വില കൂട്ടി ചോദിച്ചതിനാൽ വാങ്ങിയില്ലെന്ന് താൻ പറയുന്നു. സത്യവാ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ താൻ പറഞ്ഞ സത്യം തന്നെ. പക്ഷേ ആ വസ്തു വാങ്ങിയിരിക്കുന്നത് മറ്റാരുമല്ല, തന്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമായ ഐക്യവർക്കെയാണ്. അയാൾക്കാണെങ്കിൽ അത്രയും പണം മുടക്കി ആ വസ്തു വാങ്ങാനുള്ള സാമ്പത്തികമില്ല. പിന്നെ അയാൾക്ക് ആ പണം എങ്ങനെ കിട്ടി മിസ്റ്റർ മത്തായി? തനിക്ക് എന്തൊക്കെയോ അറിയാം, അല്ലെങ്കിൽ താൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അറിയാവുന്ന സത്യം മുഴുവൻ ഞങ്ങളോട് പറയുന്നതാ തനിക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാമല്ലോ, പോലീസുകാർക്ക് വേറൊരു രീതിയുണ്ട്. എന്റെ പൊന്ന് സാറുമാരെ, നിങ്ങളുടെ മനസ്സിലുള്ള പോലെ പറയാൻ ഞാൻ മൂന്നാം കട കള്ളസാക്ഷിക്കാരനാണോ? നൗഷാദ്, നമസ്കാരം. ആ എത്തിയോ? ഇരിക്കേ. കൃത്യസമയത്ത് തന്നെ വരുന്ന ആളാണല്ലോ. ഇന്നെന്ത് പറ്റി? എന്റെ കൃത്യതയ്ക്കൊന്നും മാറ്റം വന്നിട്ടില്ല. വരുന്ന വഴിക്ക് ആ കാർ ഒരു കല്ലിലിടിച്ച് 1/2 മണിക്കൂറാ പോയി. അതെയോ? ഇറങ്ങി നോക്കിയപ്പോഴാ താൻ പണ്ട് മന്ത്രിയായിരുന്നപ്പോ പാലം പണിയാൻ കൊണ്ടിട്ട കല്ല. ഒന്നുകിൽ താൻ അവിടെ എന്തെങ്കിലും പണിത് വെയ്, ഇല്ലേ ആ കല്ലൊന്ന് എടുത്ത് മാറ്റ്. വെറുതെ അപകടം വരുത്തി വെച്ച് രക്തസാക്ഷികളെ സൃഷ്ടിക്കണ്ട. രക്തസാക്ഷികളെ കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരെ തന്നെയല്ലേ? മുഖ്യമന്ത്രി ആയ ശേഷം തനിക്ക് അല്പ ഹ്യൂമർ സെൻസ് കൂടുന്നുണ്ട്. ആഹാ, പിടിച്ചു നിൽക്കണ്ടേടോ. ആ, കുടിക്കാൻ ചായയോ കാപ്പിയോ? എടോ, 6 മണി കൊലക്കേസ് എന്ന് പറഞ്ഞ തന്റെ IPS ഓഫീസർ എന്ത് വിവരങ്ങളായി കാണിക്കുന്നത്? ദേവദാസ് എന്ത് ചെയ്തു എന്നാ താനീ പറയുന്നത്? എന്റെയും തന്റെയും പുറകുള്ള ജനമെന്ന് പറയുന്നത് പാവപ്പെട്ടവരും പട്ടിണി പാവങ്ങളുമാണ്. പക്ഷെ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് സമുദായ പ്രമാണിമാരും കരപ്രമാണിമാരുമാണ്. വെറുതെ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരും പറഞ്ഞ് അവരെ തോണ്ടാൻ നടക്കണ്ട. പിന്നെ അവരാരും വെറുതെ ഇരിക്കുമെന്നും കരുതണ്ട. അവിടുത്തെ ഒരു കരപ്രമാണി ഇടമറ്റം മത്തായിച്ചനെയാ തന്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് പൊക്കിയിരിക്കുന്നത്. ഓ, അതാണോ കാര്യം? ദേവദാസിനെ എനിക്ക് തികഞ്ഞ വിശ്വാസമാണ്. അയാൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. ഓഹോ, നമ്മുടെ നാടിന്റെ കുഴപ്പം ഇതൊക്കെ തന്നെയാ സഖാവേ. തലമുതിർന്ന ഏതെങ്കിലും നേതാവിന്റെ ഒരു ഫോൺ കോൾ മതി ഏത് പ്രതിയെയും കസ്റ്റഡിയിൽ നിന്ന് ചാടിക്കാൻ. പ്ലീസ്, താനായിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത്. പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താണെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യേ. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ധൃതി വെക്കാതെടോ. എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം. നൗഷാദ്, അയാളെ ഞങ്ങൾ പറഞ്ഞു വിട്ടാര്. അല്ല സാർ, ഇത്ര പെട്ടെന്ന് മുകളിൽ നിന്നുള്ള ഓർഡറാ, കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മത്തായി നാട്ടുകാരുടെ കാണപ്പെട്ട ദൈവമാണ്. കസ്റ്റഡിയിൽ വെച്ച സുനാമി വരും അത്രേ. അന്നേ ഞാൻ CM-നോട് പറഞ്ഞതാ ഇവന്മാരൊക്കെ കൈകടത്തുമെന്ന്. ഏതായാലും താനയാളെ വിട്ടാര്. ഓക്കെ സാർ. അതെ സാർ. ഇപ്പൊ വിട്ടാ അനുയായികളുടെ ആവേശം കൂടും. രാത്രി വിട്ടാ മതി. സാർ.